പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ ഇന്നത്തെ അതിഥി നാടകരംഗത്തും ചലച്ചിത്രരംഗത്തും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി കൂടിയായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരാണ് ഇന്ന് ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നത്. ഡോക്ടർ പ്രമോദ് പയ്യന്നൂരുമായി സംസാരിക്കുന്നത് എം വി ശശികുമാർ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിലെ നമ്മുടെ വിശിഷ്ടാതിഥി നാടക ചലച്ചിത്ര സംവിധായകനും ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരാണ്. സ്നേഹാദരങ്ങളോടെ ഈ പരിപാടിയിലേക്ക് ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്കൾ നാടക പഠനത്തിലൂടെയാണല്ലോ കലാരംഗത്ത് വരുന്നത്. എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം? അതേക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ നാടകമാണ് എൻ്റെ ഒരു തട്ടകം, ബേസ് എന്ന് പറയുന്നത്. ശരിക്കും നാടകത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നത് പയ്യന്നൂർ എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ്. ഏഴിമലയുടെ താഴ്വാരത്തൊക്കെയാണ് എൻ്റെ വീട്. കാവ്, പരിസരങ്ങൾ, ഉത്സവങ്ങൾ, അതുപോലെ തന്നെ പല സമയങ്ങളിൽ വരുന്ന നാടക സമിതികൾ, കഥാപ്രസംഗ അതുപോലെ തന്നെ രംഗകലകളുടെ വിവിധങ്ങളായിട്ടുള്ള അവതരണങ്ങൾ, ഇതൊക്കെ കണ്ട് തെയ്യങ്ങളെയൊക്കെ കണ്ട് വളർന്നൊരു ബാല്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും രംഗകലകളോട് വലിയ താല്പര്യം തോന്നുകയും പയ്യന്നൂർ കോളേജിൽ മലയാള സാഹിത്യം പഠിച്ചിട്ടാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ സംവിധാന വിദ്യാർത്ഥിയായിട്ട് എത്തുന്നത്. അവിടെ റാങ്ക് ഹോൾഡർ എന്നുള്ള രീതിയിൽ കഴിഞ്ഞിട്ട് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെർഫോമിംഗ് ആർട്സ് PG പഠിച്ചിട്ടാണ് പിന്നെ കൽക്കത്തയിൽ നിന്ന് ശാന്തിനികേതനിലെ വിശ്വഭാരതിയിൽ നിന്ന് ടാഗോറിൻ ഗ്ലോബൽ തിയേറ്റർ എന്ന വിഷയത്തിൽ PhD എടുത്തത്. നാടകത്തിൽ അങ്ങനെ നിന്ന് പോകുന്നതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് മമ്മൂക്ക ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ, ഒരു കഥയെ ആലോചിക്കാൻ പറഞ്ഞപ്പം അത് ബാല്യകാലസഖി പോലുള്ളൊരു സിനിമയിലേക്ക് എത്തിയത്. കാരണം നമ്മുടെ MT വാസുദേവൻ നായർ സാറിൻ്റെ രണ്ടാമൂഴം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വിഷ്വലൈസേഷൻ മനോരമയ്ക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് ചെയ്യുകയുണ്ടായി. അതിൽ മമ്മൂക്കയായിരുന്നു ഭീമനായിട്ട് അഭിനയിച്ചത്. അപ്പോൾ അതിനുശേഷം പ്രമോദിൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ലിറ്ററേച്ചർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെ ആലോചിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് അത് ബാല്യകാലസഖിയിലേക്ക് എത്തിയത്. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് താങ്കൾ MTയുടെ ഇരുട്ടിൻ്റെ ആത്മാവ് ഡ്രാമ സ്കൂളിൽ പഠിക്കുമ്പോൾ അതെ ചെയ്തിട്ടില്ല. ആ കലാരൂപത്തെക്കുറിച്ച് പറയാം. ശരിക്കും അവിടെയാണ് ടച്ച് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. കാരണം ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾക്കൊരു 3 സെമസ്റ്റർ കഴിഞ്ഞാൽ ഓപ്ഷൻ എടുക്കണം. അത് ആക്ടിംഗ് ആണെങ്കിലും ചിൽഡ്രൻസ് തിയേറ്ററോ ഡയറക്ഷനോ എടുക്കാം. ഡയറക്ഷൻ എടുക്കാൻ തോന്നി അത് ലിറ്ററേച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കാര്യം എടുത്തിട്ട് അതിൻ്റെ വിഷ്വലൈസേഷൻ ചെയ്യണമെന്ന് ആലോചിച്ചപ്പം ഇരുട്ടിൻ്റെ ആത്മാവ് മനസ്സിലേക്ക് വന്നു. അങ്ങനെ യൂറോപ്യൻ നാടക സങ്കേത പ്രകാരമുള്ള സാൻഡ്വിച്ച് തിയേറ്ററിലാണ് ഈ നാടകം അവതരിപ്പിച്ചത്. അത് അന്ന് വളരെ വിഖ്യാതരായിട്ടുള്ള ഡോക്ടർ വയലാ വാസുദേവൻപിള്ള സാറ്, രാമേന്ദ്ര മൊകേരി സാറ്, ഡോക്ടർ AK നമ്പ്യാർ മാഷ്, അതുപോലെ ജോർജസ് പോളിനെ പോലെയുള്ള ആർട്ട് ക്രിട്ടിക്കുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ആ നാടകം വലിയ രീതിയിൽ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതിനെ തുടർന്ന് അത് ദേശീയ തലത്തിലൊക്കെയുള്ള അതിന് റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ MT സാർ ഇത് അറിയുകയും അത് കാണണം എന്ന് അദ്ദേഹം ആഗ്രഹം അറിയിക്കുകയും അദ്ദേഹം വന്ന ഒരു സമയത്ത് തൃശ്ശൂർ നമ്മളിത് അവതരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം നമ്മളിത് വീണ്ടും പുറത്തുള്ളവരെ കൂടി ഉൾക്കൊള്ളിച്ച് ചെയ്തിട്ട് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയപ്പോൾ പല വേദികളിലേക്ക് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവതരിപ്പിക്കാൻ പറ്റി. അപ്പോൾ MT സാറിൻ്റെ ഒരു ബ്ലസ് അതിലുണ്ട്. ശരിക്കും ആ നാടകം ചെയ്തതോട് കൂടിയിട്ടാണ് സംവിധാനത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നത്. അതിന് മുമ്പേ ആക്ടിങ് എന്ന് പറയുന്ന ഒരു ക്രൈസിലിങ്ങനെ നിൽക്കുകയായിരുന്നു, എഴുതുമായിരുന്നു. അങ്ങനെ അഭിനയത്തിൽ നിന്ന് മാറി സംവിധാനം ഐച്ഛിക വിഷയം എടുക്കുന്നത്, അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഡോക്ടർ വയലാ വാസുദേവൻപിള്ള സാറിനെ പോലെയുള്ള ഗുരുക്കന്മാർ പറയുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സംവിധാനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇരുട്ടിൻ്റെ ആത്മാവിന് എൻ്റെ ജീവിതത്തിൽ ആ ഒരു നാടക അവതരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സാൻഡ്വിച്ച് തിയേറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് വിശദമാക്കാമോ? നമ്മൾ ഇൻറ്റിമേറ്റ് തിയേറ്ററിൻ്റെ സാധ്യത ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് യൂറോപ്യൻ സങ്കല്പപ്രകാരമുള്ള സാൻഡ്വിച്ച് തിയേറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സാധാരണ ഇവിടെ കാണുന്നത് പ്രൊസീനിയം തിയേറ്ററാണ്. ഓഡിയൻസ് ഇവിടെ ഇരിക്കുകയും നമ്മുടെ മുന്നിൽ നമ്മൾ 24, 22 ഒക്കെ അടി വിസ്തീർണവും വീതിയൊക്കെയുള്ള സ്ഥലം നമ്മൾ സ്പേസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. പക്ഷേ ഇതാകുമ്പം 2 സ്ഥലത്തെ ഓഡിയൻസിനെയും നമ്മൾക്ക് ഒരുപോലെ ഫേവർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ വേണം ആക്ട് ചെയ്യാൻ. അപ്പോൾ പ്രൊഫൈൽ ആക്ടിങ് കൃത്യമായിട്ട് അതിൻ്റെ കോർണേഴ്സും ഈച്ച് ആൻഡ് എവരി പോയിൻറ്റ്സും സ്പേസ് യൂട്ടിലൈസേഷൻ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത് ഓഡിയൻസിന് ഇരിക്കാൻ പറ്റും. സാൻഡ്വിച്ച് എന്ന് പറയുന്ന നമ്മൾ കഴിക്കുന്നതിൻ്റെ ആഹാര സാധനത്തിൻ്റെ അതുപോലെ തന്നെയാണ്. അത് ഉള്ളിൽ മധുരം നിറച്ചിട്ടുള്ള ആ മധുരം നിറക്കുന്ന ഇടമാണ് സ്പേസ്, അവിടെയാണ് വേദി. അവിടെ അരങ്ങിൽ അഭിനേതാക്കൾ ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന നാടകത്തിൽ അഭിനയിക്കുന്നു. 2 സൈഡിലും ഓഡിയൻസ് ഇരിക്കുന്നു. അത് പ്രത്യേകിച്ച് ഇരുട്ടിൻ്റെ ആത്മാവ് ചെയ്യുമ്പം
ഭ്രാന്തൻ വേലായുധൻ്റെ വേദനകൾ, അദ്ദേഹത്തിൻ്റെ ആത്മരോഷങ്ങൾ, ആ യുവാവിനെ എല്ലാവരും ഭ്രാന്തനായിട്ട് മുദ്ര കുത്തുമ്പം നിഷ്കളങ്കതയെ എവിടെയൊക്കെയോ ചവിട്ടി അരച്ചെറിഞ്ഞ് കളയുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഓഡിയൻസിന് ഫീൽ ചെയ്യണമെങ്കിൽ ഇൻറ്റിമേറ്റ് തിയേറ്ററിൻ്റെ സാധ്യത യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് യൂറോപ്യൻ സങ്കേതപ്രകാരമുള്ള സാൻഡ്വിച്ച് തിയേറ്ററിൻ്റെ സാധ്യത ഇരുട്ടിൻ്റെ ആത്മാവിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. ഇരുട്ടിൻ്റെ ആത്മാവ് സിനിമ കണ്ടിട്ടുണ്ടോ താങ്കൾ? കണ്ടിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള സിനിമ, പ്രേംനസീർ സാർ അതിഗംഭീരമായിട്ട് അഭിനയിച്ച സിനിമ. പക്ഷേ ഫിലിമുമായിട്ട് നമ്മുടെ തിയേറ്റർ രൂപത്തിന് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് നമ്മളതിനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതായിരുന്നു ഒരു പ്രത്യേകത. അതിൽ നല്ല ഗാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മനോഹരമായിട്ടുള്ള ഒട്ടേറെ പാട്ടുകളുണ്ട്. ഇപ്പോൾ ഭാസ്കർ മാഷ് എഴുതിയൊക്കെ പാട്ട് അതിൽ ഉണ്ട്. അപ്പോൾ വേലായുധൻ്റെയും അമ്മുക്കുട്ടീൻ്റെയും ഒക്കെ പ്രണയവും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നൊക്കെയുള്ള മനോഹരമായിട്ടുള്ള പാട്ടുണ്ട് അതിൽ. ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഗാനത്തിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ താങ്കൾ ഏത് ഗാനമാണ് തിരഞ്ഞെടുക്കുക? എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത്, ഇപ്പം ഞാൻ നമ്മുടെ ജഗതി ശ്രീകുമാർ ചേട്ടനെ കണ്ടിട്ട് വരികയാണ്. അമ്പിളിച്ചേട്ടൻ എന്ന് നമ്മൾ സിനിമ ഇൻഡസ്ട്രിയിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം വിളിക്കുന്ന വ്യക്തിത്വം. അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾക്കൊരു ആക്സിഡൻറ്റ് പണിഞ്ഞപ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളെ ഏറ്റവും മിഴിവോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം ഡോക്ടർ കെ ഓമനക്കുട്ടി ടീച്ചർ, നിലമ്പൂർ ആയിഷാത്ത, അവർക്ക് അമ്പിളിച്ചേട്ടനെ കാണണം എന്ന് പറഞ്ഞപ്പം അവിടേക്ക് നമ്മൾ പോയി. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ പെട്ടെന്ന് പറയാൻ തോന്നുന്നത്, അവിടെ പോയിട്ട് ഓമനക്കുട്ടി ടീച്ചർ, MJ രാധാകൃഷ്ണൻ സാറ് പാടിയിട്ടുള്ള പാട്ട് ശാരികേ ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറയുന്ന പാട്ട് അമ്പിളിച്ചേട്ടനോട് ചേർന്ന് നിന്ന് കയ്യിൽ പിടിച്ച് ശിരസിൽ കൈവച്ച് ആ പാട്ട് പാടി മനുഷ്യൻ്റെ മനസ്സിനെ ഉണർത്താനുള്ള ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറയുന്ന ആ പാട്ട്, അതൊരു കാലഘട്ടത്തിലെ സംഗീതധാരയെ ഉണർത്തിയ ഗാനമാണ്. ശാരികേ സിന്ധുഗംഗാനദി എന്ന് പറയുന്ന വരികളിലൂടെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഗാനം. അമ്പിളിച്ചേട്ടനെ കണ്ടപ്പോൾ, അമ്പിളിച്ചേട്ടൻ്റെ മുമ്പിൽ അത് ഓമനക്കുട്ടി ടീച്ചർ പാടിയപ്പോൾ, അതിന് നിലമ്പൂർ ആയിഷാത്ത കൈത്താളം അടിച്ചപ്പോൾ അമ്പിളിച്ചേട്ടൻ്റെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രസരിപ്പ്, ആ ഒരു വലിയ നടൻ്റെ മുഖത്തുള്ള വലിയ സന്തോഷം കാണാനിടയായി. അതുകൊണ്ട് തന്നെ അമ്പിളിച്ചേട്ടൻ്റെ ഒരു ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാട്ട് തന്നെ ആദ്യമാകണം എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ആ ഗാനത്തിലേക്ക് പോകാം. താങ്ക് യു. ചലച്ചിത്ര രംഗത്ത് താങ്കൾ നേരിട്ട് ബാല്യകാല സഖിക്ക് വരുന്നതിന് മുമ്പ് ചില ഹ്രസ്വ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ 2000 പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിയേറ്റർ ആർട്സ് PG കഴിഞ്ഞപ്പോൾ കൈരളി TV തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ അവിടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്യുകയും അവിടെ ഡോക്യുമെൻ്ററി മേക്കർ എന്നുള്ള രീതിയിലും ഷോർട്ട് ഫിക്ഷനും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ദേവമാനസം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമാണ്. അത് ഏഴുമലയുടെ താഴ്വാരത്ത് ജീവിക്കുന്ന ഒരു കുട്ടി, അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ഓണത്താർ എന്ന് പറയുന്ന കുഞ്ഞിത്തെയ്യത്തിനെ കെട്ടുന്ന അതുണ്ട്, അത് കുട്ടികൾ മാത്രമാണ് കെട്ടുക. ആ കുട്ടിയുടെ അച്ഛൻ ഒരു താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആൾ എന്ന് മറ്റുള്ളവർ കൽപ്പിക്കുന്ന ഒരു സ്ഥലത്തിൽ തെയ്യം കെട്ടിയതുകൊണ്ട് മേലാളന്മാർ അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയും ഊരുവിലക്ക് കൽപ്പിക്കുകയും ചെയ്യുന്നു. ഊരുവിലക്ക് കൽപ്പിക്കുമ്പോൾ ഇവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തും. അപ്പോൾ ഇദ്ദേഹം ഈ കുട തുന്നാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പം നാട്ടിൽ മുഴുക്കെ ഈ ഫോറിൻ കുടകൾ വന്നപ്പം കുട തുന്നാനുള്ള ഒരു സാധ്യതയും ഓലക്കുടയും മറ്റ് പണ്ടത്തെ കറുപ്പ് ശീലക്കുടയും ഒക്കെ തുന്നാൻ വേണ്ടിയിട്ട് അതിൻ്റെ സാധ്യതയില്ല. തെയ്യം കെട്ടാൻ പറ്റുന്നില്ല. ദാരിദ്ര്യത്തിൻ്റെ ഒരു അവസ്ഥ. ഈ കുട്ടിക്ക് ഓണക്കാലമാകുമ്പോൾ മാവേലീൻ്റെ പ്രതിനിധിയായിട്ട് കെട്ടുന്ന ഓണത്താറിനെ കെട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കുട്ടിയുടെ ആത്മസംഘർഷവും വേദനയുമാണ് നമ്മൾ അതിലൂടെ അവതരിപ്പിച്ചത്. അതിൻ്റെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുകയും അതിന് 2005 ചലച്ചിത്ര അക്കാദമിയുടെ 5 സ്റ്റേറ്റ് അവാർഡ് സംവിധാനത്തിനടക്കം കിട്ടിയിരുന്നു. എൻ്റെ ആദ്യത്തെ ആ സംരംഭത്തിന് തന്നെ അങ്ങനെ ഒരു ബ്ലസ് ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു തുടക്കം. പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാകൃത്ത്, നോവലിസ്റ്റാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ തങ്കം എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു കഥയാണത്. സ്ത്രീകളുടെ ബാഹ്യ സൗന്ദര്യമല്ല, ആന്തരിക സൗന്ദര്യത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതാണ് ഏറ്റവും വലുത്. ആ നന്മയാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള കഥ. അത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വിബ്ജിയോർ നാഷണൽ അവാർഡിന് അത് അർഹമായിട്ടുണ്ടായിരുന്നു. പിന്നെ MT സാറിൻ്റെ കേരളപ്പെരുമ എന്ന് പറയുന്ന ഒരു കഥ, അത് MT സാറിൻ്റെ അനുമതിയോട് കൂടിയിട്ട് അതും വിഷ്വലൈസ് ചെയ്തിരുന്നു. മജീഷ്യൻ മുതുകാടായിരുന്നു അതിൽ സ്ട്രീറ്റ് മജീഷ്യനായിട്ട് അഭിനയിച്ചത്. അതിനും ഫിലിം ക്രിറ്റിക്സ് അവാർഡൊക്കെ ഉണ്ടായിരുന്നു. അതിലൂടെയൊക്കെയാണ് എൻ്റെ തുടക്കം. പിന്നെ അതങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. പിന്നെ ലെനിൻ രാജേന്ദ്ര സാറിൻ്റെ കൂടെ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്തു. ചിത്രത്തിന് വേണ്ടിയിട്ടായിരുന്നു, കന്നി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ നമ്മുടെ സന്തോഷ് ശിവൻ സാറിൻ്റെ ഫാദർ ശിവൻ സാർ എൻ്റെ ഒരു ഗുരുതുല്യനായിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹം ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ 2 സിനിമകളിൽ സ്ക്രിപ്റ്റ് സൈഡിലും ഡയറക്ഷൻ സൈഡിലും വർക്ക് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ശ്യാമപ്രസാദ് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഞാൻ ഇത് ഇങ്ങനെ അക്കാഡമിക് പഠനത്തിനൊപ്പം ഇത്തരം പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി സ്വായത്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രഞ്ജിത്ത് ഏട്ടൻ്റെ കൂടെ പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയിൽ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബാല്യകാല സഖി പോലുള്ള ഒരു സിനിമ സംവിധാനം ചെയ്യാൻ സാധിച്ചത്. വലിയ നടന്മാരെ വെച്ചിട്ട്, അതല്ലെങ്കിൽ വലിയൊരു നടൻ, അതുപോലെ സീമ വിശ്വാസ്, ഇങ്ങനെ വലിയൊരു നടി, ഇത്തരം വലിയ
വ്യക്തികളെ വെച്ചിട്ടായിരുന്നു ആ സിനിമ. ആ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? അതികായരായിരുന്നു എല്ലാവരും. അതെ അതെ അതെ. അതെന്താ വെച്ചാൽ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ആ കഥ 18ഓളം ലോകഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് ഇന്നും ലോകഭാഷയിൽ പലരും വായിക്കപ്പെടുന്നൊരു കൃതിയാണ്. പിന്നെ ബഷീർ അത് എഴുതുന്നത് ബംഗാളിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു 20 ദിവസത്തോളമുള്ള ഷൂട്ട് ബംഗാളിലാണ് ചെയ്തത്. അവിടേക്ക് സീമാ ബിശ്വാസും കൽക്കത്തയിലെ വിഖ്യാതരായിട്ടുള്ള അഭിനേതാക്കളും ഒക്കെ വന്നു. അതോടൊപ്പം തന്നെ നാടകരംഗത്ത് 20ഓളം പേരെ നമ്മൾ പല മേഖലയിൽ നിന്ന് എടുത്ത് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അതിലേക്ക് അഭിനയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇന്ന് അതിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. സാനിയനൊക്കെ പോലുള്ള ആക്ട്രസൊക്കെ അതിലൂടെ വന്നതാണ്. ചെറിയ സുഹറയായിട്ട് അഭിനയിച്ച ഷൈൻ ഒക്കെ അതിൽ നല്ല വേഷം ചെയ്തു. ഇത് കൂടാതെ മമ്മൂക്കേനെ പോലെയുള്ള ചലച്ചിത്ര രംഗത്തെ ഏറ്റവും പ്രതിഭാധനായിട്ടുള്ള ഒരു അഭിനേതാവ്, അദ്ദേഹം വളരെ നല്ല രീതിയിൽ സഹകരിച്ചു. മീന ചേച്ചി അതിലുണ്ടായിരുന്നു, ഇഷ തൽവാർ ഉണ്ടായിരുന്നു, മാമുക്കോയ ചേട്ടൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ പേര്, സീമാ വിശ്വാസിനെ പോലെയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ശശികുമാർ സാറ്, മീഡിയ രംഗത്ത് ശശികുമാർ സാറും അതിൽ നല്ലൊരു വേഷം ചെയ്തു. ഇവരൊക്കെ വെച്ച് സംവിധാനം ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. പിന്നെ ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ കഥ മുന്നിലുള്ളത് കൊണ്ടാണ് അത്തരം ഒരു മേക്കിങ്ങിലേക്ക് നമ്മളെ ശ്രദ്ധ പോയതും ഇത്തരം ആൾക്കാരെ കൂട്ടിയോജിപ്പിച്ചൊരു പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞതും. വലിയ അനുഭവമായിരുന്നു. ഇവരിൽ നിന്നൊക്കെ വലിയ പ്രോത്സാഹനമാണ്. ഇപ്പോഴും കാണുമ്പോഴും ഒക്കെ എന്തുകൊണ്ട് അടുത്ത സിനിമ വൈകുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് അതിലെല്ലാം അഭിനയിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ സാംസ്കാരിക വകുപ്പിൻ്റെ ഉത്തരവാദിത്തത്തിലായതുകൊണ്ട് അതിൻ്റെ പിന്നാലെയുള്ള പരക്കം പാച്ചിലിൽ സിനിമ ഇങ്ങനെ വൈകി പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു സവിശേഷത, ആ ചിത്രത്തിൻ്റെ ഒരുപാട് കാലത്തിന് ശേഷം കെ രാഘവൻ മാസ്റ്റർ സംഗീതം നൽകുകയുണ്ടായി, യേശുദാസ് ആ ഗാനം ആലപിക്കുകയുണ്ടായി. ആ അനുഭവത്തെക്കുറിച്ച് പറയാമോ? കാരണം രാഘവൻ മാസ്റ്റർ വളരെ നാളുകൾക്ക് ശേഷമായിരുന്നു ഒരു ചലച്ചിത്രത്തിലേക്ക്, ഒരുപക്ഷെ അവസാനത്തെ ചിത്രം അദ്ദേഹത്തിൻ്റെ ഇതായിരിക്കും. അതെ അതെ, ശരിക്കും രാഘവൻ മാസ്റ്റർ നമുക്കറിയാം, നീലക്കുയിൽ പോലുള്ള ഒരു ചലച്ചിത്രത്തിൽ മലയാള സംഗീതം എങ്ങനെയായിരിക്കണമെന്ന് അത് നിർണയിച്ച ഒരു വ്യക്തിത്വമാണ്. പ്രതിഭാധനായിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ. ജീവിതത്തിലെ അതിൻ്റെ എല്ലാ ലാളിത്യവും മനുഷ്യരെ അത്രത്തോളം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു രാഘവൻ മാഷ്. അപ്പോൾ കുറേ കാലമായിട്ട് മാഷ് ചലച്ചിത്ര സംഗീതം ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. പല പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരും അദ്ദേഹത്തെ സമീപിച്ചതായിട്ട് എനിക്ക് തന്നെ അറിയാം. പക്ഷേ ഞാൻ രാഘവൻ മാഷിൻ്റെ അടുത്ത്, നമ്മളിപ്പോൾ KPSCയുടെ 50ാമത്തെയും 51ാമത്തെയും നാടകം സംവിധാനം ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ രാഘവൻ മാഷുമായിട്ട് ഒരു അടുപ്പം ഉണ്ടായിരുന്നു. മാഷ്ക്ക് എന്തോ ഒരു വാത്സല്യം ഉണ്ടായിരുന്നു. അതുപോലെ VT മുരളിയേട്ടനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനുമൊത്തിട്ട് നമ്മൾ അവിടെ പോയി പറയുകയും KT മുഹമ്മദ് എന്ന് പറയുന്ന നാടകാചാര്യൻ എഴുതിയ വരികൾ രാഘവൻ മാഷ് തന്നെ നാടകത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ചലച്ചിത്രത്തിന് വേണ്ടിയിട്ട് വേറൊരു സിനേറിയോയിൽ ചെയ്യാൻ വേണ്ടി, വേറൊരു ഈണത്തിലും ഭാവത്തിലും ചെയ്യാൻ വേണ്ടി രാഘവൻ മാഷോട് പറഞ്ഞപ്പോൾ മാഷ് അതൊരു അനുഗ്രഹം പോലെ സമ്മതിക്കുകയും അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈണം ചിട്ടപ്പെടുത്തുകയും മൂകാംബികയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഗാനഗന്ധർവൻ യേശുദാസ് സാർ അവിടെ വന്ന് ശരവണത്തിൽ വന്ന് ആ പൂമുഖത്തിരുന്ന് സംസാരിച്ച് വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ആഴം നമ്മളന്ന് ശരിക്കും കണ്ടറിഞ്ഞു. അത് ഇപ്പോഴും ആ ഫോട്ടോഗ്രാഫ്സ് എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ദാസാർ അടുത്ത് താഴെ ഇരുന്ന് രാഘവൻ മാഷ് ചൊല്ലിക്കൊടുക്കുന്ന ഈണം അതുപോലെ പാടി ഇവർ തമ്മിൽ സ്നേഹ സൗഹൃദം പങ്കിട്ട് വളരെ സർഗാത്മകപരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ ചിട്ടപ്പെടുത്തിയതാണ് താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്നുള്ള പാട്ട്. അത് ഒരുപാട് ഹിറ്റ് പാട്ടുകളുടെ ഇടയിലേക്ക് അത് വന്നു. ഇന്നും ഗാനമേളയിൽ എല്ലാവരും വളരെ ആവേശത്തോടു കൂടി പാടുന്ന ഒരു പാട്ട് എന്നുള്ള രീതിയിൽ വലിയ സന്തോഷം തോന്നാറുണ്ട് ആ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ. അതുപോലെ താങ്കൾക്ക് വലിയൊരു ലോക റെക്കോർഡിൻ്റെ ഭാഗമാകാൻ, ഗിന്നസ് ബുക്കിൽ കയറാൻ അവസരമുണ്ടായി. സ്ക്രിപ്റ്റ് ടു സ്ക്രീൻ എന്ന് പറഞ്ഞ് വെറും 51 മണിക്കൂറിനുള്ളിൽ ഒരു പൂർണ്ണ ചലച്ചിത്രം പുറത്തിറക്കാൻ കഴിഞ്ഞു. അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് താങ്കളാണ്, വിശ്വഗുരു. ആ അനുഭവം ഒന്ന് പറയാമോ? അതൊരു ചാലഞ്ചായിരുന്നു. നമ്മൾ ഓരോ വർക്കുമായിട്ട് മുന്നോട്ട് പോകുമ്പം നിശ്ചിതമായ ഒരു സമയത്തിനകത്ത് ഒരു തിരക്കഥ ഒരുക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. എനിക്ക് ഈ തിരക്കഥാ പഠനം എന്ന് പറയുമ്പോൾ ഞാൻ പത്മനാഭൻ സാറിൻ്റെയും അടൂർ സാറിൻ്റെയും ഒക്കെ തിരക്കഥകൾ, സത്യജിത്രയുടെയൊക്കെ തിരക്കഥകൾ അങ്ങനെ വായിച്ച് മനസ്സിലാക്കിയോ അങ്ങനെയാണ് പഠിച്ചിരുന്നത്. പിന്നെ ബാല്യകാലസഖിയുടെ തിരക്കഥ എഴുതുന്നു. അത് കഴിഞ്ഞിട്ടാണ് വിജേഷ് മണി എന്ന് പറയുന്ന ഒരു സംവിധായകൻ വന്നിട്ട് ഇങ്ങനൊരു ചാലഞ്ചായിട്ടുള്ളൊരു വർക്കുണ്ട്, അത് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചാണ് എന്ന് പറഞ്ഞു. അതിൽ ഏകലോക ദർശനം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു തിരക്കഥയാണെങ്കിൽ ചെയ്യാമെന്ന് ഞാൻ അങ്ങോട്ട് പറയുകയും അദ്ദേഹം അതിന് പൂർണ്ണ സമ്മതി തരികയും AV അനൂപേട്ടനായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ മെഡിമിക്സിൻ്റെ. അതിന് ഒബ്സർവ് ചെയ്യാൻ ക്യാമറകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം എഴുതി കൊടുക്കുന്ന ഓരോ സീൻസും വിജേഷ് മണി വളരെ ജാഗ്രതയോട് കൂടിയിട്ട് ചിത്രീകരിക്കുകയും അങ്ങനെ 51 മണിക്കൂറും 21 സെക്കൻഡും കൊണ്ട് ഒരു സിനിമ പൂർത്തീകരിക്കുകയും അത് ഏതാണ്ട് 2 മണിക്കൂറിനകത്ത് നിൽക്കുന്ന ഒരു സിനിമയായിട്ട് പുറത്തു വരികയും ചെയ്തു. അതിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏകലോക ദർശനം, അവിടെ രവീന്ദ്രനാഥ
രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിനെ കണ്ടുമുട്ടാൻ വരുന്ന കാര്യങ്ങൾ, മഹാത്മജി അദ്ദേഹവുമായിട്ട് കാണുന്ന കാര്യങ്ങൾ, വർക്കലയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരങ്ങൾ, ഈ സമൂഹത്തോട് അദ്ദേഹം കാണിച്ച സ്നേഹം, വാത്സല്യം എല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു വിശ്വഗുരു. അത് അന്നേരത്തെ ഒരു എനർജിയുടെ പുറത്ത് ചെയ്തത്. അത് വലിയ സന്തോഷമുള്ള കാര്യം. അത് ദൂരദർശൻ, നാഷണൽ ദൂരദർശൻ എടുത്ത് അത് ഇടയ്ക്ക് ഇങ്ങനെ അതിൽ കാണാറുണ്ട്. താങ്കൾക്ക് ഈ നാടകത്തിലുള്ള താല്പര്യം, താങ്കൾ പറഞ്ഞു നാട്ടിൻ്റെ സവിശേഷ സാഹചര്യം അത് തന്നെയായിരുന്നു എന്ന്. എങ്ങനെയായിരുന്നു സ്കൂൾ കലാജീവിതമൊക്കെ? നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു, നാടകം എഴുതുമായിരുന്നു? ആ കാലത്തെ ഒന്ന് ഓർമ്മിക്കാമോ, സ്കൂൾ കോളേജ് കാലഘട്ടം? എനിക്കത് എൻ്റെ കുടുംബപരമായിട്ട് പറയുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ചില ഇൻ്റർവ്യൂലൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മാവനാണ് ഗുരുചന്തു പണിക്കർ. ഗുരുചന്തു പണിക്കർ വടക്കൻ മലബാറിൻ്റെ കഥകളിനെ രൂപപ്പെടുത്തിയ കൃഷ്ണൻ നായർ സാറിൻ്റെയൊക്കെ ഗുരുവാണ്. പിന്നെ ധനഞ്ജയ മാഷിൻ്റെയൊക്കെ പ്രിയപ്പെട്ട ഗുരുവാണ്. അദ്ദേഹം കഥകളി ചിട്ടകൾ പ്രത്യേകം രൂപീകരിച്ചെടുത്ത മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ മകൻ എന്നുള്ള രീതിയിൽ, അതുപോലെ അച്ഛൻ്റെ അമ്മ ഈ വടക്കൻ പാട്ടുകളിലൊക്കെ നല്ല പ്രാവീണ്യമുള്ള സ്ത്രീയായിരുന്നു. പയ്യന്നൂർ ബാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ വടക്കൻ പാട്ടുകളെ കുറിച്ചിട്ട് നോവൽ എഴുതിയ പയ്യന്നൂർ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പലപ്പോഴും ഓർമ്മിക്കുന്ന ഒരു വരിയുണ്ട്. തോട്ടോൻ കാരക്കാടൻ പാട്ടിയമ്മയുടെ വളരെ ആഴത്തിലുള്ള ഈ വടക്കൻ പാട്ടിൻ്റെ അതിലുള്ള അവരുടെ അറിവും അവരുടെ ഈണത്തിലുള്ള ചൊല്ലലും കേട്ടാണ് ഞാൻ വടക്കൻ പാട്ടിൻ്റെ കഥകളിലേക്ക് ആകർഷനായത്, എഴുതുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാരമ്പര്യത്തിൽ വരികയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെയ്യങ്ങളുടെയൊക്കെ ഒരു പരിസരം. പിന്നെ അമ്മയുടെ വീട്ടിലാണെങ്കിൽ മുരളീദാസ് എന്ന് പറയുന്ന എൻ്റെ വല്യമ്മയുടെ മകൻ, അദ്ദേഹം ആക്ടറും അതുപോലെ തന്നെ സംവിധായകനും ഒക്കെ ആയിരുന്നു. ആ പ്രദേശങ്ങളൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ബേസിൽ നിന്ന് നമ്മളിങ്ങനെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പ്രതിഭാസം എന്ന് പറയുന്ന നാടകത്തിൽ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അത് കുമാർ കണ്ടോത്ത് എന്ന് പറയുന്ന അവിടുത്തെ ഒരു സംവിധായകൻ അത് നല്ല രീതിയിൽ ചിട്ടപ്പെടുന്നു, അതിന് പ്രൈസ് കിട്ടുന്നു. പിന്നെ പയ്യന്നൂർ കോളേജിൽ വരുമ്പോഴാണ് കുറച്ചുകൂടി ഗൗരവമായിട്ട് നാടകത്തെ, നമ്മൾ മലയാള സാഹിത്യം പഠിക്കുമ്പം ജി ശങ്കരപ്പിള്ള സാറിൻ്റെ മലയാള നാടക സാഹിത്യ ചരിത്രമൊക്കെ പഠിക്കേണ്ടതുണ്ടല്ലോ. പിന്നെ കുറേ നാടകങ്ങൾ പഠിക്കണം, നോവലുകൾ, ചെറുകഥ, കവിതയൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ നാടകത്തോട് കുറച്ചുകൂടി പ്രതിപത്തി തോന്നി. അന്ന് വെയിറ്റിംഗ് ഫോർ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു നാടകം ക്യാമ്പസ് തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് മദനൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ വന്ന് സംവിധാനം ചെയ്തു. അതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അപ്പോൾ അന്ന് അദ്ദേഹത്തോട് എൻ്റെ പയ്യന്നൂർ കോളേജിലെ പ്രിയപ്പെട്ട അധ്യാപകർ മേലത്ത് ചന്ദ്രശേഖരൻ മാഷും പട്ടേരി മാഷും മുഹമ്മദ് അഹമ്മദ് മാഷൊക്കെ പറഞ്ഞു സ്കൂൾ ഓഫ് ഡ്രാമ പ്രമോദിന് നല്ല തട്ടകമായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മദനൻ ചേട്ടനാണ് സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആപ്ലിക്കേഷൻ എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യുന്നു. അവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എത്തുന്നു. പ്രിയപ്പെട്ട സുഹൃത്ത് പ്രശാന്ത് നാരായൺ, അദ്ദേഹത്തിനെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹവും എൻ്റെ ബാച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ കുറച്ച് മാസങ്ങൾ അദ്ദേഹം അവിടെ നിന്നതിന് ശേഷം ഡ്രാമ സ്കൂളിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയി. അദ്ദേഹത്തിൻ്റെ ഇപ്പം അദ്ദേഹം അകാലത്തിൽ വിട പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഓർമ്മ ഇവിടെ പറയേണ്ടതുണ്ട്. വളരെ നാടകരംഗത്ത് വളരെ സജീവമായിട്ട് നിന്ന പ്രിയപ്പെട്ട പ്രശാന്ത് നാരായണൻ, അതുപോലെ ഇന്നിപ്പം സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിപ്പിക്കുന്ന നജ്മുൽ ഷാഹി, അതുപോലെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ തിയേറ്റർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറായിട്ടുള്ള നൌഷാദ്, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ആൾക്കാർ, സോങ് ആൻഡ് ഡ്രാമ ഡിവിഷനിൽ ഉള്ള ബിജു, ഇങ്ങനെ കുറേ പേര് നമ്മുടെ ബാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സംവിധാനം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാവരും എൻ്റെ ബാച്ചിലെ ആൾക്കാരും സീനിയേഴ്സും ഒക്കെ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നാണ് ലോക നാടകവേദിയെക്കുറിച്ച് അറിയുന്നത്. നാടകം ഒരുപാട് പഠിക്കാനുള്ള വിഷയമാണെന്നും അതിലൂടെ അതിൻ്റെ പുതിയ പുതിയ തലങ്ങൾ കണ്ടെത്തണമെന്നും അവിടുന്ന് മനസ്സിലാക്കുന്നത്. പിന്നെയാണ് പോണ്ടിച്ചേരിയിലെത്തുന്നതും അവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ കൈരടി ടി വിയിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിൽ 2001 കേരള സംഗീത നാടക അക്കാദമി ഒരുക്കിയ സംസ്ഥാനതല നാടക മത്സരത്തിൽ ഡോക്ടർ ശിവറാമ കാറന്തിൻ്റെ ചോമനതുടി എന്ന് പറയുന്ന നാടകം ബേസ് ചെയ്ത് പുതിയ കാലത്തെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടൊരു നാടകം സംവിധാനം ചെയ്യുന്നത്. ഇന്നിപ്പം സിനിമാ സംവിധായകനും പിന്നെ അതുപോലെ പ്രോഗ്രാമിൽ ഒക്കെ അഭിനയിക്കുന്ന മണികണ്ഠൻ പട്ടാമ്പി, മണികണ്ഠൻ അന്ന് പ്രധാന വേഷം ചെയ്തു, ചോമൻ്റെ വേഷം ചെയ്തു. ആ വർഷത്തെ സംഗീത നാടക അക്കാദമി സംസ്ഥാന നാടക മത്സരത്തിൽ അമേച്വർ നാടകത്തിൻ്റെ അതിൽ ഏറ്റവും നല്ല നടൻ മണികണ്ഠനായിരുന്നു. സംവിധാനം, നാടകം എന്നൊക്കെയുള്ള രീതിയിൽ അതിന് പുരസ്കാരങ്ങൾ കിട്ടി. അത് സൂര്യ ഫെസ്റ്റിവലിന് ഇവിടെ അവതരിപ്പിച്ചപ്പം പ്രിയപ്പെട്ട ഭരത് മുരളി ചേട്ടനൊക്കെ അത് കാണാനുണ്ടായിരുന്നു, സൂര്യകൃഷ്ണമൂർത്തി സാർ ഉണ്ടായിരുന്നു. ഒപ്പം മലയാളത്തിൻ്റെ എന്നും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി PK വാസുദേവൻ നായർ, KPSCയുടെ ചെയർമാനും ഉണ്ട്, ലെനിൻ രാജേന്ദ്ര സാറും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലേ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത്യാവശ്യമായി കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് KPSCയിലേക്ക് ക്ഷണിക്കുന്നത്. KPSCയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംവിധായകൻ എന്നുള്ള രീതിയിൽ KPSCയുടെ 50ാമത്തെ നാടകം ഇന്നലകളിലെ ആകാശം സംവിധാനം ചെയ്യാൻ സാധിച്ചു. ഫ്രാൻസിസ് ടി മാവേലിക്കരിയായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. കൈത്തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ വേദന ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ ആവിഷ്കരിക്കാൻ കഴിഞ്ഞു. മേള എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച രഘുവേട്ടൻ ആദ്യമായിട്ട് അതിൽ അരങ്ങിലെത്തി. KPSC ജോൺസൺ മാഷെ പോലുള്ള വിഖ്യാതരായിട്ടുള്ള
സീനിയർ ആർട്ടിസ്റ്റുകളും അതിലുണ്ടായിരുന്നു. അതിന് 6 സ്റ്റേറ്റ് അവാർഡ് ആ വർഷം സംവിധാനത്തിനടക്കം പ്രൊഫഷണൽ തിയേറ്ററിൽ കിട്ടി. തുടർന്ന് അടുത്ത വർഷവും KPSC ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ദ്രാവിഡ വൃത്തം എന്ന് പറയുന്ന നാടകം ഫ്രാൻസിസ് ടി മാവേലിക്കരയാണ് എഴുതിയത്. കുട്ടനാട് എങ്ങനെയാണ് ഒരു ചേറ് പ്രദേശം കൃഷിഭൂമിക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കപ്പെട്ടത് എന്നും ഇന്ന് എങ്ങനെയാണ് നെല്ലറയായിട്ട് കുട്ടനാട് മാറിയതെന്നും അതിനുശേഷം ഇന്നത്തെ അവസ്ഥയിൽ എന്താണ് നമ്മുടെ കാർഷിക രംഗത്തിൻ്റെ ഒരു പ്രാധാന്യം സമൂഹത്തിൽ എന്ന് പറയുന്ന 3 തലമുറയിലൂടെ കടന്നു പോകുന്ന നാടകാവിഷ്കാരമായിരുന്നു. അത് വളരെ പുതിയ രീതിയിൽ പ്രൊഫഷണൽ രീതിയിൽ ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ, എന്നാൽ അതിൻ്റെ തിയേറ്ററിൻ്റെ പുതിയ സാധ്യതകൾ സാങ്കേതികപരമായിട്ടുള്ള മിഴിവും ഒക്കെ നിലനിർത്തിയിട്ട് ചെയ്യാൻ പറ്റി. അതിന് ആ വർഷം 5 സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഡയറക്ഷനെ അടക്കം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത്തരം അവാർഡ്സ് കിട്ടിയപ്പോൾ പ്രൊഫഷണൽ നാടകരംഗത്തും പുതിയൊരു ശൈലി ഉണ്ടാക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, പ്രത്യേകിച്ച് തോപ്പിൽ ബാസിയെ പോലെയുള്ള മഹാരഥന്മാർ, കാമ്പശ്ശേരി കരുണാകരനെ പോലെയുള്ള വലിയ പ്രതിഭാധനരായിട്ടുള്ള അഭിനേതാക്കൾ ഒരുപാട് പേര്, ഇപ്പോൾ KT മുഹമ്മദ് ആയാലും PJ ആൻ്റണി ആയാലും കനിയാപുരം രാമേന്ദ്ര സാർ ആയാലും ഒരുപാട് പേര് അവിടെ വളരെ വിഖ്യാതമായിട്ടുള്ള നാടകങ്ങൾ ചെയ്ത് കടന്നുപോയവരാണ്. NN പിള്ള സാർ അടക്കമുള്ളവർ. അവിടെ ആ തട്ടകത്തിലേക്ക് പ്രായം കുറഞ്ഞ ഒരു സംവിധായകനായി ചെന്ന് 2 വർഷം പുരസ്കാരങ്ങൾ നേടുന്ന നാടകം ഉണ്ടാക്കുകയും അത് ജനപ്രിയമായ രീതിയിൽ അവതരിപ്പിച്ച് ഇന്ത്യ മുഴുവൻ അവതരിപ്പിക്കാനും പറ്റിയെന്നുള്ള വലിയ സന്തോഷം. പിന്നീട് KPSCക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള നാടകം തന്നെ കുറച്ചുകൂടി മേന്മയുള്ളത് വേണം എന്ന് ആലോചിച്ചപ്പോൾ മനസ്സിന് പൂർണ്ണ തൃപ്തി കിട്ടിയ സ്ക്രിപ്റ്റ് കിട്ടിയില്ല. അതുകൊണ്ട് അവിടെ തുടരാൻ കഴിഞ്ഞില്ല. പക്ഷേ KPSCയിൽ പുതിയ രീതിയിൽ നാടകങ്ങളൊക്കെ ചെയ്യുവാനും അതിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുവാനുമുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ താങ്കൾ കർണനെ ഒരു പ്രധാന കഥാപാത്രമാക്കി ഒരു നാടകം ചെയ്യേണ്ടായിട്ടുണ്ടല്ലോ. പെട്ടെന്ന് അത് മൃത്യുഞ്ജയൻ എന്ന് പറയുന്ന നാടകം. ഞാനപ്പോൾ അതിനെക്കുറിച്ചൊരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്, വേദന തിങ്ങും ഇരുട്ടിൻ്റെ നാടകം എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ജീവിതത്തിൽ എന്നെ വല്ലാത്ത രീതിയിൽ പ്രോത്സാഹിപ്പിച്ച ഒരു മനുഷ്യനാണ് ഭരത് മുരളി സാറ്. അപ്പോൾ അദ്ദേഹം അക്കാദമി ചെയർമാനായിട്ടുണ്ടാകുമ്പോൾ ഞാൻ അക്കാദമിയിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ മെമ്പർ എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. അന്ന് കൂട്ടുകൃഷി എന്ന് പറയുന്ന നാടകം ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി ഇടശ്ശേരിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിലമ്പൂർ ആയിഷയും കേരളത്തിലെ വിഖ്യാതരായിട്ടുള്ള അഭിനേതാക്കളെയും ചേർത്തിട്ട് സംഗീത നാടക അക്കാദമി ആദ്യമായി ഒരു റെപ്പർട്ടറി ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും കൂട്ടുകൃഷി അവതരിപ്പിച്ചു. അതിനെ തുടർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മുരളിയേട്ടൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം തന്നെ എഴുതിയ ഒരു നാടകം ശിവാജി സാവുന്തിൻ്റെ മൃത്യുഞ്ജയൻ എന്ന് പറയുന്ന നോവലിനെ ബേസ് ചെയ്ത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കർണനും കുന്തിയും എന്ന് പറയുന്ന കവിതയെ ബേസ് ചെയ്ത് അദ്ദേഹം മനോഹരമായിട്ടുള്ളൊരു നാടകം മൃത്യുഞ്ജയൻ എന്നുള്ള പേരിൽ എഴുതിയിരുന്നു. മുരളിയേട്ടൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു കർണനായിട്ട് അഭിനയിക്കുക എന്നുള്ളത്. അദ്ദേഹം ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്തെ ബേസ് ചെയ്ത് രാവണനായിട്ട് ഏകാഹാര്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയിട്ട് യൂറോപ്യൻ പര്യടനത്തിന് പോയപ്പോൾ അതിൻ്റെ സാങ്കേതിക സംവിധായകർ എന്നുള്ള രീതിയിൽ എനിക്കും എൻ്റെ സീനിയർ ഹൈസ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച സുനിൽ കുടവട്ടൂരിനും പോകാൻ അവസരമുണ്ടായിരുന്നു. അപ്പോൾ മുരളിയേട്ടനോടുള്ള യാത്ര നമുക്ക് വലിയ ആവേശം ഉണ്ടാക്കുന്നതാണ്. സാഹിത്യകാരന്മാരെക്കുറിച്ച് കലയെക്കുറിച്ചൊക്കെ അത്രയും പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ മൃത്യുഞ്ജയൻ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ റിഹേഴ്സൽ നമ്മൾ തിരുവനന്തപുരം സംസ്കൃതി ഭവനിൽ വെച്ചിട്ട് പൂർത്തിയാക്കി. ലളിത ചേച്ചിയായിരുന്നു കുന്തിയായിട്ട് അഭിനയിച്ചത്, അലിയാർ സാറായിരുന്നു അതിൽ സൂത്രധാരനായിട്ട് അഭിനയിച്ചത്. നമ്മൾ ഇവരെല്ലാം ചേർത്ത് വെച്ച് നാടകം ചെയ്ത് രൂപപ്പെടുത്തി. പിന്നെ മുരളിയേട്ടൻ്റെ തിരക്കുകൾ ആയി. അപ്പം അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് പോയപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ പോയി തിരിച്ചു വന്ന ഉടനെ നമുക്ക് സാങ്കേതികപരമായിട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങൾ കൂടി നിർവഹിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നാടകം അരങ്ങിലെത്തി ഓൾ ഇന്ത്യ ബേസിൽ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞു. അന്ന് ആർട്ടിസ്റ്റ് നമ്പൂതിരി സാറായിരുന്നു അതിൻ്റെ കലാസംവിധായകൻ. പാരീസ് ചന്ദ്രേട്ടനായിരുന്നു സംഗീതം ചെയ്യാൻ പ്ലാൻ ചെയ്ത വ്യക്തി. ജോണി മിഖായലായിരുന്നു രംഗോപകരണങ്ങൾ ചെയ്തത്. ഞാൻ പറയുന്നത് വിവിധ മേഖലയിലെ പ്രതിഭാധനരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഒരു പുതിയ ഭാവുകത്വം നാടകത്തിൽ, ഇന്ത്യൻ നാടകത്തിൻ്റെ ഒരു ശൈലി പുതിയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമായിരുന്നു അത്. പക്ഷേ കാലം അതിനനുവദിച്ചില്ല. മുരളിയേട്ടൻ്റെ മടങ്ങി വന്നതിന് ശേഷം അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയപ്പോൾ പകരം മറ്റൊരാളെ വെക്കാൻ നമുക്ക് മനസ്സനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആ നാടകം ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും മനസ്സിലുണ്ട്. ലളിതേച്ച് മരിക്കുന്നതിന് മുമ്പേ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രമോദ് അത് വേറെ ആൾക്കാരെ വെച്ച് ചെയ്യൂ എന്ന് പറഞ്ഞ് 1-2 ആർട്ടിസ്റ്റുകളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ മുരളിയേട്ടനും ലളിതേച്ചും അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. നമ്മളായിട്ട് റിഹേഴ്സൽ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ കർണനെയും കുന്തിയെയും ഒക്കെ വേറൊരു രീതിയിൽ അവർ കുത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പകരം മറ്റൊരാൾ എന്ന് പറയുന്നത് എന്തോ മനസ്സനുവദിക്കുന്നില്ല. കൂടെ ചോദിക്കട്ടെ, താങ്കളുടെ നാടകങ്ങളിൽ ഏതെങ്കിലും പാട്ട് താങ്കൾ സംവിധാനം ചെയ്തിട്ടുണ്ടോ? ഞാൻ പാട്ട് സംവിധാനം ചെയ്തിട്ടില്ല. ONV സാറായിരുന്നു എൻ്റെ നാടകങ്ങളിൽ പാട്ടുകൾ എഴുതിയിരുന്നത്. കൈതപ്പുറം മാഷ് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പാട്ട് ട്യൂൺ ചെയ്യാനുള്ള ഒരു ഇതില്ല. പക്ഷെ ഞാൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ രാഘവൻ മാസ്റ്റർ തന്നെ ട്യൂൺ ചെയ്ത കാലം പറക്കണ എന്ന് പറയുന്ന പാട്ട് ബാല്യകാല സഖിയിൽ ഉണ്ട്. VT മുരളിയേട്ടനാണ് അത് പാടിയത്. അത് തിരക്കഥാ രചനയുടെ ഭാഗമായിട്ട് ഞാൻ എഴുതിയത്. അപ്പോൾ രാഘവൻ മാഷ് അത് വായിച്ചിട്ട് പറഞ്ഞു, ഇത് മതി, വേറെ എഴുതണ്ടെന്ന് പറഞ്ഞു. രാഘവൻ മാഷ് ആ 2 പാട്ടാണ് മാഷ് 98ാമത്തെ വയസ്സിൽ ചെയ്യുന്നത്. ഒരുപാട് കാലത്തിന് ശേഷം സിനിമയിൽ സംഗീത സംവിധാനം ചെയ്യുന്നു. അതിനുശേഷം സാറ് സംഗീത സംവിധാനവും ചെയ്തില്ല. അങ്ങനെ സാറിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു
സർഗ്ഗസംഭാവന മലയാള സിനിമയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഒരു വലിയ മനുഷ്യൻ്റെ ഒരു ബ്ലസ് അതിന് ലഭിച്ചു എന്നുള്ളതാണ്. പക്ഷേ ONV സാറിൻ്റെയൊക്കെ കൂടെ ഇരുന്ന് നാടകത്തിലെ പാട്ട് എഴുതുന്ന സമയത്ത് അതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒക്കെ സാർ എന്നോട് ഇങ്ങനെ എന്തൊക്കെയാണ് വിഷ്വൽ മനസ്സിൽ കാണുന്നത്, അതിൻ്റെ മൊത്തം ടോട്ടാലിറ്റിയിൽ ആ പ്രമേയം എങ്ങനെയാണ് വരുന്നത്, ഈ ഗാനം മറ്റ് സീക്വൻസുകളെ എങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ONV സാറൊക്കെ വേറൊരു രീതിയിൽ വലിയ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ എങ്ങനെയാണ് ഒരു ഫിക്ഷനിൽ പാട്ടുകൾ എഴുതേണ്ടത്, അത് എങ്ങനെയാണ് അവരുടെ കുറിക്ക് കൊള്ളിക്കേണ്ടത് എന്നുള്ള കാര്യം ONV സാറിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് വലിയ അനുഗ്രഹം. ONV സാറും ജീവിതത്തിൽ ഒരുപാട് എന്നെ സഹായിച്ച, എന്നെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിത്വം. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ ഇനി? തീർച്ചയായിട്ടും. ONV സാറിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വട്ടം കൂടി എന്നുള്ള പാട്ടായിരിക്കും നന്നാവുക എന്ന് തോന്നുന്നു. പെട്ടെന്ന് അതാണ് മനസ്സിലേക്ക് വരുന്നത്. ചില്ല എന്ന ചിത്രത്തിലെ ഗാനത്തിലേക്ക് പോകും. താങ്കൾ ഇതുവരെ പറഞ്ഞു വന്ന നാടക പരിസരങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ആകാശവാണിയിലെ നാടകം. ആകാശവാണിയുടെ നാടകങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഏതെങ്കിലും നിലയ്ക്ക് താങ്കൾക്ക് പ്രചോദനമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം നമ്മളവിടെ പഠനത്തിൻ്റെ ചിലവും മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമ കാണണമെങ്കിലൊക്കെ അന്ന് തുണയായിരുന്നത് ആകാശവാണിയാണ്. കാരണം അന്ന് S. രാധാകൃഷ്ണൻ സാറ്, അതുപോലെ തന്നെ വിഖ്യാതരായിട്ടുള്ള പലരും ഉണ്ടായിരുന്നു, ഉണ്ണി സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാടകം എഴുതാൻ പറയും. അങ്ങനെ 3 ഭാഗങ്ങളൊക്കെ ആയിട്ട് വന്ന നാടകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. കഥനമുടുങ്ങാത്ത സരയു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകം, അത് 3 ഭാഗങ്ങളായിട്ട് വന്ന നാടകമായിരുന്നു. പിന്നെ വീരവൃത്താന്തം എന്ന് പറയുന്ന നാടകം, ഐറിഷ് നാടകകൃത്ത് JM സിഞ്ചിൻ്റെ പ്ലേ ബോയ് ഓഫ് ദി വെസ്റ്റേൺ വേൾഡിൻ്റെ അനുരൂപീകരണം എന്നുള്ള രീതിയിലാണ് അത് എഴുതിയത്. പിന്നെ തക്ബീർ വേദം എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ നിലയത്തിന് വേണ്ടിയിട്ട് എഴുതിയത്. ഇങ്ങനെ ഒരു പലപ്പോഴായിട്ട് 6-7 പ്രാവശ്യം നാടകരചന ആകാശവാണിക്ക് വേണ്ടി നടത്തിയിരുന്നു. അതിൻ്റെ പ്രതിഫലം അയച്ചു കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ആ സമയത്തൊക്കെ ആ ഒരു എമൗണ്ട് കിട്ടുമ്പോൾ നമ്മൾക്ക് പല കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി വെച്ചിട്ട് ഒരു ചെറിയ ക്യാമറ വാങ്ങിച്ചതൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു. കാരണം അന്ന് ചിത്രം സിനിമാ വാരികേൻ്റെ വൈഡ് ആംഗിൾ വിശേഷം എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ കവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രാമ സ്കൂളിൻ്റെ ഒഴിവുള്ള ദിവസം പോകുമായിരുന്നു. ഇവിടുന്ന് ഫോട്ടോഗ്രാഫർ അവിടെ വരും, റിപ്പോർട്ടർ എന്നുള്ള രീതിയിൽ ഞാനും പോകുമായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ക്യാമറേൻ്റെ ചെറിയ ഇതൊക്കെ പഠിച്ചപ്പോൾ ആ ക്രേസിൽ ഒരു ചെറിയൊരു ക്യാമറ വാങ്ങിക്കാൻ പറ്റിയത് ആകാശവാണി തന്ന പ്രതിഫലത്തിൻ്റെ ഭാഗമായി. ശബ്ദം കൊണ്ട് മാത്രം നമ്മളൊരു രംഗം മനസ്സിൽ സൃഷ്ടിക്കുകയാണ് ശ്രോതാക്കളുടെ. അത്തരം രചനകളിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയാം. വാഗ്ബിംബങ്ങളാണ് അവിടെ പ്രധാനം. നമ്മൾ വിഷ്വലൈസേഷൻ സ്റ്റേജിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഓഡിയോ ഇമേജിലൂടെയും വേർഡ് ഇമേജിലൂടെയും അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ കുറിക്ക് കൊള്ളുന്ന ആവശ്യമുള്ള സംഭാഷണങ്ങൾ മാത്രം, പ്രമേയത്തെ എങ്ങനെയാണോ ഏകാഗ്രമാക്കിയിട്ട് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റുക, അത്തരം കാര്യങ്ങൾ മാത്രമാണ് റേഡിയോ നാടകത്തിന് ആവശ്യമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ശബ്ദം, അതിൻ്റെ ഭാവങ്ങൾ, അതിൻ്റെ പ്രസൻറ്റേഷൻ ഒക്കെ പ്രധാനമാണ്. ഒപ്പം നമ്മുടെ സൗണ്ട് ഇമേജ് വളരെ പ്രധാനമാണല്ലോ. ഏത് അറ്റ്മോസ്ഫിയറിലാണ് നടക്കുന്നത്, ആ ഇമേജുകൾ കുറിക്ക് ഉപയോഗിക്കുക. പശ്ചാത്തല സംഗീതം ഒരിക്കലും പ്രമേയത്തെ ഹനിക്കാത്ത രീതിയിൽ ആവശ്യത്തിന് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികാര വിക്ഷോഭങ്ങളെയൊക്കെ കുറേ കൂടി നാടകീയമായിട്ട് ശക്തമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് തോന്നുന്നു. എഴുതുന്ന ഓരോ സംഭാഷണങ്ങളും കഥാപാത്രത്തിൻ്റെ ഉള്ളും ഇതിൻ്റെ ക്ലൈമാക്സിലേക്കുള്ള ലക്ഷ്യവും കണ്ടുകൊണ്ട് വേണം എന്നാണ് തോന്നിയിട്ടുള്ളത്. താങ്കളിപ്പോൾ നാടക സ്വപ്നങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ അതോ ചലച്ചിത്ര സ്വപ്നങ്ങളാണോ മനസ്സിൽ? നാടകം പോലെ തന്നെയാണ് സിനിമേനെയും കാണുന്നത്. പക്ഷേ പലപ്പോഴും പലരിൽ നിന്നും കണ്ടത് ഈ സിനിമയിലേക്ക് എത്തിയാൽ പിന്നെ നാടകത്തിലേക്കുള്ള ഒരു നോട്ടം ഇല്ലാതായി പോകുന്നുണ്ട്. പലർക്കും ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് സിനിമയിലേക്കുള്ള, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്. പക്ഷേ നാടകമാണ് ഇതിൻ്റെ ഒരു ബേസ്. ഇപ്പോൾ പലപ്പോഴും പിന്നെ നസറുദ്ദീൻ ഷാ ആയാലും തിലകൻ ചേട്ടനും നെടുമുടി വേണു ചേട്ടനും മുരളി ചേട്ടനും ഭരത് ഗോപിയും ഒക്കെ ഈ തട്ടകത്ത് നിന്ന് വന്ന ആൾക്കാർ. പക്ഷെ അവരൊക്കെ ഒരുപോലെ പറയുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ജോയ് മാത്യു ചേട്ടൻ അടക്കം പറയുന്ന കാര്യമുണ്ട്. ഞാനൊന്ന് വീണ്ടും ചാർജ് ആവണമെങ്കിൽ, ഒരു ബാറ്ററി ചാർജ് പോലെ നമ്മൾ വീണ്ടും ഉണരണമെങ്കിൽ നാടകത്തിൻ്റെ തട്ടകത്ത് വന്ന് നാടകം ചെയ്യണം. കാരണം അവിടെ ഷോർട്ട് വൈസ് ആയിട്ട് കട്ട് ചെയ്ത് പോകുന്ന കാര്യമില്ല. ആദിമധ്യാന്ത ക്രമത്തിൽ ഒരു കഥാപാത്രം അതിൻ്റെ വേലിയേറ്റങ്ങളെ കൃത്യമായിട്ട് അരങ്ങിൽ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. സിനിമയിലാകുമ്പോൾ നമുക്കത് മുറിച്ച് എവിടെ വേണമെങ്കിലും എങ്ങനെ എടുക്കാം, എഡിറ്റേബിളിലത് കാര്യങ്ങൾ ചെയ്യാം. നാടകം ഓരോ ഇതിലും ഒരു പുനർജനി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സിനിമ ഒരു കോൺക്രീറ്റ് ഉൽപ്പന്നമാണല്ലോ. ഇപ്പോൾ ബാല്യകാലസഖി സിനിമ ഇനി രണ്ടാമത് എനിക്ക് വേറെ രീതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് അവിടെ ചെയ്തു, അത് നമ്മൾ എഡിറ്റ് ചെയ്ത് ഫൈനലാക്കി തിരശീലയിൽ വന്നു, അത് ആൾക്കാരിപ്പോഴും കാണുന്നു. അപ്പം അതിനൊരു മാറ്റമില്ല. പക്ഷേ നാടകം ഇപ്പം ഗാന്ധിഭവൻ, പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യ എന്നുള്ള പേരിൽ ഒരു നാടക സംഘം രൂപീകരിച്ചു. അവിടുത്തെ ഡോക്ടർ സോമരായൻ സാറ് 1600 അന്തേവാസികളെ അവിടെ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടുത്തെ കലാകാരന്മാർക്ക്, പുറത്തുള്ള കലാകാരന്മാർക്ക് അവരെ ചികിത്സാ സഹായം നൽകുക, അവർക്ക് വീട് വെക്കാൻ സഹായം നൽകുക എന്നൊക്കെയുള്ള കാര്യം ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ നാടകരംഗത്ത് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും നാടകരംഗത്തുള്ളവർക്ക് നല്ല റെമ്യൂണറേഷൻ കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് അത് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ സാധ്യത ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ തിയേറ്ററിന് പ്രാധാന്യം വരികയും
ഡിജിറ്റൽ സപ്പോർട്ടിംഗ് വരുന്ന രീതിയിൽ നവോത്ഥാനം എന്ന് പറയുന്ന നാടകം ചെയ്തു. അത് നവോത്ഥാന കാലത്തിലൂടെ കടന്നു പോകുന്നു. ഒരു ജയിൽ അന്തരീക്ഷത്തിൽ നാടകം സൃഷ്ടിച്ചെടുക്കപ്പെടുന്നതും അത് നവോത്ഥാന കാലത്തിലൂടെ പോകുന്നതും ആ നാടകം മേക്ക് ചെയ്ത് അതിൻ്റെ അവതരണത്തോട് കൂടിയിട്ട് ജയിലന്തേവാസികൾക്കിടയിൽ മാനസാന്തരം ഉണ്ടാകുന്നതുമാണ് അതിൻ്റെ പ്ലോട്ട്. പ്രധാനപ്പെട്ട ഇടങ്ങളിൽ അത് കളിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു നാടകം ഞാൻ ചെയ്യാൻ കാരണം നാടകരംഗത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ള, ഇപ്പോൾ വിദേശത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ നാടകങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ മലയാളത്തിൻ്റെ പ്രൊഫഷണൽ നാടകത്തിൻ്റെ അരങ്ങ് വേണ്ട രീതിയിൽ മാറ്റപ്പെടുന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ, നാടകരംഗത്തുള്ളവർക്ക് അവർക്ക് ആവശ്യമായ സന്തോഷകരമായിട്ടുള്ള റെമ്യൂണറേഷൻ നൽകാൻ, അതിൻ്റെ അധ്വാനം ജനങ്ങളെ മനസ്സിലാക്കാനൊക്കെ നാടകം വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് അത് ചെയ്തത്. സിനിമയും അതുപോലെ. ഇതെല്ലാം ഞാൻ നോക്കിക്കാണുന്നത് ഇപ്പം സാംസ്കാരിക രംഗത്ത് ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോഴും സിനിമ ചെയ്യുമ്പോഴും നാടകം ചെയ്യുമ്പോഴും മിനിസ്ക്രീൻ ചെയ്യുമ്പോഴും ഡോക്യുമെൻ്ററി ചെയ്യുമ്പോഴും റേഡിയോ നാടകം എഴുതുമ്പോഴും എല്ലാം ഒരു സർഗാത്മക പ്രവർത്തനമാണ്. അതിൽ നമ്മൾ ഓരോ കാര്യത്തിലും നമ്മുടെ സംതൃപ്തി ഉണ്ടാവുന്നുണ്ട്. എല്ലാം കലയ്ക്ക് വേണ്ടിയിട്ടാണ്. കലയ്ക്ക് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയും കലയിലൂടെ മനുഷ്യൻ്റെ നന്മ, സമൂഹത്തിന് എന്തെങ്കിലും വെളിച്ചം, സ്നേഹം, സഹവർത്തിത്വം, സഹിഷ്ണുത, സമഭാവന, ഇതൊക്കെ നമുക്ക് പ്രദാനം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏത് മീഡിയവും വലുതാണ്, എല്ലാം വലിയതാണ്, എല്ലാം നന്മ നിറഞ്ഞതാണ്. പക്ഷേ സിനിമ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു പോപ്പുലാരിറ്റി, അതിൻ്റെ പ്രതിഫലം, മറ്റ് ചുറ്റുപാടുകളൊക്കെ വേറെയാണ്. എന്ന് വെച്ച് സിനിമ ചെയ്യുന്നവർ മുകളിലുള്ളവരും നാടകം ചെയ്യുന്നവർ താഴെയുള്ളവരുമല്ല. ഇതിനിടയിൽ ഒരാൾ ഹാസ്യരൂപേണ പറയുന്ന കേട്ടു, അവൻ സിനിമയിലേക്ക് കയറി, അവൻ നാടകത്തിലേക്ക് ഇറങ്ങി എന്നാണ് പറയുക. ഇതൊരു ഇറക്കം അല്ല, സിനിമ ഒരു കയറ്റവുമല്ല. രണ്ടും രണ്ട് സർഗാത്മക പ്രക്രിയയാണ്. രണ്ടിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇപ്പോൾ അബുദാബിയിൽ സോഷ്യൽ സെൻറ്റർ നടത്തിയ നാടകോത്സവത്തിന് 1 മാസത്തോളം അതിൻ്റെ ജൂറി കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ പോയിരുന്നു ഞാൻ. എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവിടെ നാടകം ചെയ്യുന്നത്. അവരുടെ പാഷൻ, അവരുടെ കയ്യിൽ നിന്ന് കാശിട്ട് 3 മാസം റിഹേഴ്സൽ ചെയ്ത് വേൾഡ് ക്ലാസിക്കിൻ്റെ അനുരൂപീകരണങ്ങളാണ് അവർ അരങ്ങിൽ ചെയ്യുന്നത്. പുതിയ ശൈലികൾ അവർ കാണിക്കുന്നു. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ കഴിഞ്ഞ മിടുക്കന്മാരായ ആൾക്കാരെ വെച്ചിട്ട് നാടകങ്ങൾ ചെയ്യുന്നു. അപ്പം നാടകകല എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന ജനകീയ കലയാണ്. സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പോപ്പുലാരിറ്റിയും ഒരുപാട് സാധ്യതകളുമുണ്ട്. എല്ലാ മാധ്യമങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഇപ്പോൾ നടത്തുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളെ ഒന്ന് ചുരുക്കി പറയാമോ? ഭാരത് ഭവൻ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമാണ്. നമ്മുടെ കല, ജീവിതം, സംസ്കാരം, ഭക്ഷണരീതി, വസ്ത്രധാരണ രീതി, ഇതൊക്കെ പുറം രാജ്യങ്ങളിൽ എത്തിക്കുകയും അവിടെയുള്ളത് ഇവിടെ എത്തിക്കുകയും ചെയ്യുക. അപ്പോൾ അന്തർദേശീയ തലത്തിൽ ഇപ്പോൾ വിയറ്റ്നാം ഫെസ്റ്റ് നമ്മൾ സംഘടിപ്പിച്ചു, റഷ്യൻ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, അമേരിക്കയിൽ നിന്ന് വന്നവരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരുന്നവരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ടാഗോർ തിയേറ്ററിൽ. ഇതിനോടൊപ്പം തന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കലാരൂപങ്ങൾ, എല്ലാ വർഷവും ഓണക്കാലത്ത് വരുന്ന കലാരൂപങ്ങൾ, ഇന്ത്യൻ ഗ്രാമോത്സവം എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ ഓരോ ഗ്രാമങ്ങളിലേക്കും മറ്റ് ജില്ലകളിലേക്കും ഒക്കെ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഭാരത് ഭവൻ ചെയ്യാറുണ്ട്. പിന്നെ വിവർത്തന രത്ന പുരസ്കാരം നമ്മൾ എല്ലാ വർഷവും വേൾഡ് ലിറ്ററേച്ചറിൽ നിന്നും ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്നും വിവർത്തനം ചെയ്തു വരുന്ന കൃതികൾക്കുള്ള പുരസ്കാരം. പിന്നെ ഗ്രാമീണ നാടക പുരസ്കാരം, നമ്മൾ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാത്ത ഒരു ഏരിയയാണത്. അപ്പോൾ ഗ്രാമീണ തലത്തിൽ നാടകങ്ങൾ എഴുതുന്നവർക്കുള്ള പുരസ്കാരങ്ങൾ നൽകാറുണ്ട്. പിന്നെ ഭാരത് ഭവൻ ചെയ്യുന്ന പ്രധാന കാര്യം, നമ്മൾ ഈ സെലിബ്രിറ്റികളുടെ ഇടയിലേക്ക് പോയിട്ട് കലയെ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ കണ്ടവരോട് വീണ്ടും വീണ്ടും സെലിബ്രിറ്റികളെ വെച്ച് നാടകങ്ങളോ സിനിമയോ മറ്റ് കലാരൂപങ്ങളോ ഗാനമേളയോ ഒക്കെ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ട് കാര്യമില്ല. ഈ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സാധാരണക്കാരൻ്റെ ഇടയിലേക്ക്, പ്രാന്തവൽക്കരിക്കപ്പെടുന്നവരുടെ സമൂഹത്തിലേക്ക് ഇടപെട്ട് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തിയേറ്റർ ഫാർമ എന്നുള്ള പേരിൽ നമ്മളൊരു പ്രോഗ്രാം ആവിഷ്കരിച്ച് ചെയ്തപ്പോൾ ജയിൽ പുള്ളികൾ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ പോലുള്ള നാടകത്തിൽ കഥാപാത്രങ്ങളാവുകയും അവർ മീൻ കൃഷി ചെയ്യുകയും അവർ പച്ചക്കറി കൃഷി ചെയ്യുകയും അവർ മണ്ണോടും ജലത്തോടും ഇടപെടുകയും ഇവർ ചെയ്യുന്ന വിളവ്, ആ അധ്വാനം നമ്മൾ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വൃദ്ധസദനത്തിലേക്കും അനാഥാലയത്തിലേക്കും കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ മാറ്റമാണ് ഉണ്ടാകുന്നത്. കലയിലൂടെ വരുന്ന മാറ്റം, അവർ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോവിഡ് കാലത്ത് 3000-ഓളം ആൾക്കാരുടെ ഇടയിലേക്ക് അവരുടെ ജീവിത പരിസരത്തിൽ പോയി 5 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ഓരോരുത്തർക്കും 2500 രൂപ പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അപ്പോൾ അത് ഓൺലൈനിലൂടെ 1 കോടിയോളം വ്യൂവേഴ്സിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ മരവിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട സജി ചെറിയാൻ സാറിൻ്റെ നിർദ്ദേശത്തിൽ, അതുപോലെ തന്നെ അതിനു മുമ്പേ AK ബാലൻ സാറൊക്കെ തന്നിട്ടുള്ള ഒരു ഊർജ്ജത്തിൻ്റെ പുറത്താണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. പിന്നെ തിയേറ്റർ ഫാർമ എന്ന് പറഞ്ഞിട്ട് ജൈവ കൃഷി ചെയ്യുക, അതിൽ ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള ആൾക്കാരെ ചേർത്ത് വെച്ചിട്ട് കൃഷിയിലും അതോടൊപ്പം തന്നെ നാടകത്തിലും അവരെ കൂട്ടിയിണക്കുക. ഇന്ത്യയിലുള്ള കൃഷിയുമായി
കൃഷിയുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങൾ അവിടെ കൊണ്ടുവരിക, അങ്ങനെ അതിൽ നിന്നും വിളവ് എടുത്തിട്ട് നമ്മൾ അനാഥാലയങ്ങൾക്കൊക്കെ കൊടുക്കുക. അങ്ങനെ തിയേറ്ററും ഫാർമേ ചെയ്തു. പിന്നെ കേരളത്തിലെ ഗോത്ര സമൂഹത്തിൻ്റെ ഇടയിലേക്ക് അവരുടെ ഇടയിൽ പോയി തനിമയുള്ള കലാരൂപങ്ങൾ അവരെ കൊണ്ട് അവതരിപ്പിച്ച് അവിടെ ചിത്രീകരിച്ച് നഞ്ചിയമ്മയുടെയൊക്കെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിൽ നമ്മളത് തുടങ്ങിയത്. അവിടെ അത് ചെയ്തിട്ട് ഇതെല്ലാം നമ്മൾ ക്യാമറയിൽ എടുത്ത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ആർക്കൈവ് ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു. അവർക്കൊക്കെ മാന്യമായ പ്രതിഫലം 3000 രൂപ വെച്ച് 1000 ഗോത്ര കലാകാരന്മാർക്കും കലാകാരികൾക്കും നൽകുന്നു. ഇപ്പോൾ ഇതിനെ തുടർന്ന് ഇപ്പം നമ്മൾ ചെയ്തത് ജസ്റ്റ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ, ഭിന്നശേഷി കലാകാരന്മാർക്ക് വേണ്ടി ഭിന്നശേഷിയിലെ കുട്ടികൾ, അത് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അതിമനോഹരമായിട്ട് ഈ സംഗീതോപകരണങ്ങൾ വായിക്കുന്നവർ, പാടുന്നവർ, നൃത്തം ചെയ്യുന്നവർ, ആക്ട് ചെയ്യുന്നവർ ഒക്കെ ഉണ്ട്, ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്നവർ, ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശില്പകല, ചിത്രകല ഒക്കെ ചെയ്യുന്നവരെയൊക്കെ ചേർത്ത് വെച്ചിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റും അവരുടെ ഫെസ്റ്റിവൽ 3 തലങ്ങളിലായിട്ട് കേരളത്തിലെ 14 ജില്ലയിനെയും ചേർത്ത് വെക്കുന്ന രീതിയിൽ ചെയ്തു. ഓരോരുത്തർക്കും 3000 രൂപ പ്രതിഫലം നൽകാൻ പറ്റി, സർട്ടിഫിക്കറ്റ് നൽകാൻ പറ്റി, അവർക്ക് യാത്രാ സൗകര്യവും ഭക്ഷണവും നല്ല വേദിയും ഒരുക്കാൻ പറ്റി. അപ്പോൾ അവിടെയൊക്കെ സാംസ്കാരികതയുടെ ഉണർവ് ഉണ്ടാകുന്നുണ്ട്. ഇത് ഇന്ത്യൻ കലാരൂപങ്ങളും വിദേശ കലാരൂപങ്ങളും ഇവിടേക്കും പുറത്തേക്കും ചെയ്യുന്നതിനൊപ്പമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഭാരത് ഭവനിൽ 2 ഓഡിറ്റോറിയം ഉണ്ട്. ഒന്ന് ശമ്മാങ്കുടി സ്മൃതി ഓഡിറ്റോറിയം, ഹൈക്യൂ തിയേറ്ററാണ്, AC തിയേറ്ററാണ്. അവിടെ നിരന്തരം പ്രോഗ്രാം നടക്കുന്നു. ഇപ്പുറത്ത് മണ്ണരങ്ങ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട്. അവിടെയും പ്രോഗ്രാം എല്ലാ ദിവസവും മുടങ്ങാതെ നടക്കുന്നു. ഫ്രൈഡേ സ്ക്രീനിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ലോകോത്തര സിനിമകൾ നിറഞ്ഞ സദസ്സിൽ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഭാരത് ഭവൻ വളരെ സജീവമായിട്ട് ഈ കാലത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ചെറിയൊരു സ്ഥാപനം, പ്ലാൻ ഫണ്ടൊക്കെ ചുരുക്കമാണെങ്കിലും ഒരുപാട് പേരുടെ ഒത്തൊരുമ. ഇപ്പോൾ മ്യൂസിക് ഫെസ്റ്റിവലും സംഘടിപ്പിക്കുമ്പം അതുമായിട്ട് താല്പര്യമുള്ളവർ, ഡാൻസ് ഫെസ്റ്റ് സംഘടിപ്പിക്കുമ്പോൾ അതുമായിട്ട് താല്പര്യമുള്ളവർ, ഇപ്പോൾ നമ്മുടെ ഡോക്ടർ കപില വാത്സ്യായൻ്റെ പേരിലുള്ള ദേശീയ ക്ലാസിക്കൽ നൃത്തോത്സവം വരാൻ പോകുന്നു. കോവിഡ് കാലത്ത് ഓൺലൈനിലൂടെ 11 ദിവസം ചെയ്തു. വളരെ മനോഹരമായിട്ട് വലിയ ശ്രദ്ധ പത്മശ്രീയും പത്മവിഭൂഷണൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ സാന്നിധ്യം അതിലുണ്ടായിരുന്നു. ഇന്ത്യയിലുള്ള എല്ലാ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളെ കുറിച്ചിട്ടുമുള്ള ഡെമോൺസ്ട്രേഷൻ, ആ രംഗത്ത് സംഭാവന അർപ്പിച്ച വിഖ്യാത വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ടുള്ള സ്പീച്ചസ്, പിന്നെ ഇവരുടെ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് കോവിഡൊക്കെ മാറിയ സാഹചര്യത്തിൽ നമ്മൾ നേരിട്ടും ഓൺലൈനിലൂടെയും ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇങ്ങനെ വൈവിധ്യമാർന്ന കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുക. ഇപ്പം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നു തീരദേശങ്ങളിലൂടെ യാത്ര ചെയ്യണം, അവിടുത്തെ കലകൾ എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോയിടത്തും സാംസ്കാരികതയുടെ ഉണർവും മാനവികതയുടെ ബോധം, എന്ത് പറഞ്ഞാലും ഈ സാംസ്കാരികത, കല, സാഹിത്യം എന്നൊക്കെ പറയുന്നത് മനുഷ്യന് തമ്മിലുള്ള ഇഴയെടുപ്പവും അവർ നമ്മൾക്കിടയിലുള്ള അതിരുകളെയൊക്കെ മാറ്റി മാനവികതയുടെ പുതിയ ആകാശങ്ങളും നമ്മൾ ഒന്നിച്ച് നിന്ന് സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ ഇന്ത്യയുടെ നാനാത്വത്തിലേകത്വം എന്ന് പറയുന്ന കാഴ്ചപ്പാടിൻ്റെ മതനിരപേക്ഷ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകാനാണല്ലോ ഈ കലയും സംസ്കാരവും പാട്ടും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ രംഗത്ത് വളരെ സജീവമാണ് സാർ. അത് ഊർജ്ജസ്വലാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമിടുന്നത്. അത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഗ്രാമീണ തലത്തിലും ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിൽ സന്തോഷമാണ്. ഞാനിപ്പം നേരത്തെ താങ്കളോട് പറഞ്ഞല്ലോ, ഇപ്പം ഈ തിരക്കുകൾക്കിടയിൽ ഇങ്ങനെ സിനിമയും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ ഒരു സമാധാനം, ഇത്തരം ആൾക്കാരുടെ ഇടയിലേക്ക് സന്തോഷം നിറക്കാൻ, അവരുടെ ആഹ്ലാദം നിറക്കാൻ, അതിലൂടെ ഒരു സാംസ്കാരികതയുടെ ഉണർവുണ്ടാക്കാൻ നമ്മുടെ സമയം വിനിയോഗിക്കുന്നു എന്ന് പറയുന്നതിലുള്ളൊരു സന്തോഷമുണ്ട്. താങ്കളുടെ ഇത്തരം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണ, അതേക്കുറിച്ച് താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് കൂടി പറയാം. ഞാനൊരു പട്ടാളക്കാരൻ്റെ മകനാണ്. TKK നായർ എന്ന് പറയുന്ന പട്ടാളത്തിൽ ബാംഗ്ലൂരിൽ പ്രവർത്തിച്ച ഒരാളുടെ 2ാമത്തെ മകൻ എന്നുള്ള രീതിയിൽ അച്ഛന് കലയോടൊക്കെ താല്പര്യമായിരുന്നു. അച്ഛൻ കൊണ്ടുവന്ന ഗ്രാമഫോൺ എന്നൊക്കെ കുട്ടിക്കാലത്ത് പാട്ട് കേട്ട ഓർമ്മ എനിക്കുണ്ട്. പിന്നെ അമ്മ ഈ നൃത്തത്തോടും പാട്ടിനോടൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു. പയ്യന്നൂർ പൊതുവേ ഒരു സാംസ്കാരികമായിട്ടുള്ള മനസ്സുള്ള ഇടമാണ്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് ഗുണകരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ KPSCയിലെ നാടകങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ വന്നു വരുമ്പം തോപ്പിൽ ഭാസിയുടെ മരുമകൻ തോപ്പിൽ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ദേശീയ തലത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന അദ്ദേഹത്തിൻ്റെ മകളെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അദ്ദേഹം അതുപോലെ തന്നെ കാമ്പിശ്ശേരി കരുണാകരൻ്റെ മകൾ ഡോക്ടർ ഉഷ കാമ്പിശ്ശേരിയുടെ മകൾ കൂടിയാണ് ഡോക്ടർ മാളു. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ തോപ്പിൽ ബാസിയുടെയും കാമ്പിശ്ശേരിയുടെയും ഒക്കെ ഒരു ഫാമിലിയിലുള്ള ഒരു കുട്ടിയെ വിവാഹം ചെയ്തത് കൊണ്ട് ഒരു ഗാർഹിക അന്തരീക്ഷത്തിലും അതിനുള്ള ഒരു സപ്പോർട്ട്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പം ഓവർ സ്ട്രെയിൻ എടുക്കണം, ഉറക്കമൊഴിയണം, യാത്ര ചെയ്യണം, പലരുമായിട്ട് ഇടപെടണം, ഇതിൽ നല്ല ക്രൈസോടുകൂടി വർക്ക് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഫാമിലി ആയതുകൊണ്ട് കുടുംബത്തിന് നൽകേണ്ട സമയം പലപ്പോഴും നഷ്ടമാവും. അത് നഷ്ടമാകുന്നുണ്ട് തീർച്ചയായിട്ടും. ഒരു മോള് അവന്തിക +1 പഠിക്കുകയാണ്, മോൻ ആഗ്നേയ് 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഡോക്ടർ മാളു ആണ് വൈഫ്. അമ്മ TK വിശാലാക്ഷി അമ്മ പയ്യന്നൂരാണ്. നമ്മൾ 4 പേരാണ്. ഏട്ടൻ വിനോദ് കുമാർ, പിന്നെ ഞാൻ, പിന്നെ അനിയത്തി സിന്ധു, പിന്നെ പ്രസാദ് കുമാർ. പ്രസാദ് ആക്ടർ കൂടിയാണ്, തിരക്കഥയൊക്കെ എഴുതാറുണ്ട്. തിരുവനന്തപുരം ഒരു വലിയ രീതിയിലുള്ള സാംസ്കാരികമായിട്ടുള്ള മനസ്സ്, അതിൻ്റെ ഒരു പ്രോത്സാഹനം, ഒപ്പം നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ പല മേഖലയിലുള്ള അവരൊക്കെ ചേർന്നിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഊർജ്ജസ്വലമാക്കുന്നത്. ഭാരത് ഭവനെ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ
കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. ഇപ്പോഴും നാടകം നീ ചെയ്യണം, സിനിമ ചെയ്യണം, ഡോക്യുമെൻ്ററി ചെയ്യണം എന്നൊക്കെ പറയുന്ന നല്ല സുഹൃത്തുക്കൾ ഒപ്പമുള്ളതാണ് എൻ്റെ മൂലധനം. അപ്പോൾ ഉടനെ താങ്കൾ അടുത്ത് തന്നെ ചെയ്യാൻ പോകുന്ന ഒരു സർഗ സൃഷ്ടി അതല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയെക്കുറിച്ച് പറയാമോ? മനസ്സിൽ കുറേ കാലമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പ്ലാനിലുള്ള കാര്യം ചലച്ചിത്രമാണ്. അതൊരു ബയോപിക്കാണ്. വയലാർ രാമവർമ്മയുടെ ജീവിതമാണ് അതിൻ്റെ പ്രമേയം. അത് വയലാർ ജീവിച്ച കാലഘട്ടം കേരളത്തിൻ്റെ ചലച്ചിത്രത്തിൻ്റെ പൂക്കാലമാണ്. ഒരുപാട് ദേശീയ പുരസ്കാരങ്ങൾ കിട്ടിയ പ്രതിഭാധനരായിട്ടുള്ള വ്യക്തിത്വങ്ങളൊപ്പം ചേർന്ന ഒരു സമയം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. ആ കാലഘട്ടത്തിലൂടെ വയലാറിൻ്റെ കുടുംബജീവിതവും അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള ലൈഫും ഒക്കെ പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള സിനിമ, കുടുംബ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു സിനിമയാണ് മനസ്സിലുള്ളത്. അതിൻ്റെ പ്രവർത്തനം ഈ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ സൈഡായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് സാധ്യമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും. എത്രയും പെട്ടെന്ന് അത് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സാർ. ഈ തിരക്കിനിടയിലും ആകാശവാണിയിൽ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. നിങ്ങളുടെ ഓരോ ചോദ്യവും നമ്മൾ കടന്നുപോയ വഴികളെ മനസ്സിലാക്കി ചോദിക്കുന്നു എന്ന് പറയുന്നത് ഒരു അഭിമുഖം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അത് താങ്കളിൽ നിന്ന് വന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പറയാൻ കഴിഞ്ഞത്. ആകാശവാണിയിൽ വന്നിരുന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം, ഓഡിയോ റെക്കോർഡ് ചെയ്ത് വിനോദിനോടുള്ള സ്നേഹം എല്ലാം അറിയിക്കുന്നു. സ്നേഹം സാർ, നന്ദി. നാടക ചലച്ചിത്ര സംവിധായകനായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ അതിഥിയായി എത്തിയ ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം എം വി ശശികുമാർ. നിർവഹണ സഹായം വിനോദ് കല്ലറ.